മുമ്പിലെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ഗംഗാധരനും മാലതിയും കൂടെ ആണെങ്കിൽ അവർ തറവാട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ അവിടെ കമലയെടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വൈജയന്തിക്ക് എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ കമല പറയുന്നുണ്ട്, വൈജയന്തിക്കാണെങ്കിൽ ആകെ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അലീനയാണെന്ന് പറയുന്നത്. കമല ആണെങ്കിൽ അലീന ഇങ്ങോട്ട് വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു കഴക്കൂട്ടത്തൊരു ഓർഫനേജ് നടത്തുന്ന ഒരു സ്ത്രീ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നായിരുന്നു. അവർ വന്ന് പോയതിന് ശേഷമാണെങ്കിൽ അച്ഛൻ മനുവുമായിട്ട് പോയി. അവിടെ പോയിട്ടാണെങ്കിൽ അലീനയെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ അമ്മയെ നോക്കാൻ വേണ്ടി അലീനയെ കൂട്ടിക്കൊണ്ട് വന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഗംഗാധരനിക്കും മാലതിക്കും ആണെങ്കിൽ ഉറപ്പാവുന്നുണ്ട്, അപ്പം വൈജയുടെ മോള് തന്നെയാണ് അലീന എന്നുള്ള കാര്യത്തിൽ അവർ രണ്ടുപേർക്കും എന്തായാലും തീരുമാനമായിട്ടുണ്ട്. കമല പറയുന്നുണ്ട്, അന്ന് അലീന എന്ന് അവരുടെ വീട്ടിൽ വന്ന് അന്ന് തൊട്ട് തുടങ്ങിയതാണ് വൈജയന്തിക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഇങ്ങനെ അവർ പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ എന്തായാലും ഇത്രയും വയ്യാതിരിക്കുന്ന സമയത്ത് അച്ഛനെ അവർ വന്ന് കാണുകയും അതിനൊക്കെ അച്ഛൻ പോയി അലീനയെ വിളിച്ചുകൊണ്ട് വരണമെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും അലീന തന്നെ വൈജയന്തിൻ്റെ മോളാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ ബബിതയാണ് കേട്ടോ. ബബിത ആണെങ്കിൽ മുത്തശ്ശി അടുത്ത് വന്ന് പറയുന്നുണ്ട്, മുത്തശ്ശി ഇതിനൊക്കെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അലീനയെ കാണിക്കുന്നുണ്ട്. അലീന ആണെങ്കിൽ മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടൊക്കെ ആണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്കൊക്കെ ഒരു സമാധാനം ആവുന്നുണ്ട്. എന്തായാലും ബാലേന്ദ്രൻ വന്നതിന് ശേഷം അലീന തിരിച്ച് പോകാൻ വേണ്ടിയൊക്കെ നിൽക്കുമല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമ്മളെ ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഡോക്ടർ വന്നിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് ഡിസ്ചാർജ് ആകുന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, ആരടുത്തും ഒരു ആർഗ്യുമെൻറ്റ്സിനോ ഒന്നിനും പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഇപ്പോഴത്തെ സറൗണ്ടിങ്ങിൽ നിന്ന് വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കണമെങ്കിലൊക്കെ താമസിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ വൈജയന്തിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.